ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന എന്യൂമറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്യൂമറേഷന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എനും. ഈ എന്യൂമറേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതേപോലെ എക്സാമ്പിൾസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നെയ്മഡ് ആയിട്ടുള്ള കോൺസ്റ്റൻസ്, അതായത് ഡേയ്സ്, സീസണ്, മന്ത് പോലെയുള്ള നെയ്മഡ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് വാല്യൂസിൻ്റെ സെറ്റിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്യൂമറേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറേ കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. ഓക്കെ, അത് നെയ്മഡ് ആണ്, ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത്തരം സെറ്റിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്യൂമറേഷൻ യൂസ് ചെയ്യുന്നത്. ഇത്തരം എനും കോൺസ്റ്റൻസിനെ നമുക്ക് എന്യൂമറേറ്റേഴ്സ് എന്നും യൂസ് ചെയ്യും. അതായത് ഈ സൺഡേ, മൺഡേ എന്നൊക്കെ പറയുന്നത് എന്താണ്, എന്യൂമറേറ്റേഴ്സാണ്. പിന്നെ ഈ എന്യൂമറേഷനെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിൻ്റെ അതുപോലെ സ്ട്രക്റ്റിൻ്റെയൊക്കെ ഇൻസൈഡായിട്ടും ഔട്ട്സൈഡായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യാവുന്ന. അപ്പോൾ ഡിക്ലറേഷൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനൊന്നും വേണ്ട, ക്ലാസ്സിനകത്താണോ സ്ട്രക്റ്റിനകത്താണോ എന്നുള്ളതല്ല, രണ്ടും പോസിബിളാണ്. പിന്നെ എനൂമിൻ്റെ കോൺസ്റ്റൻസ് ഡിഫാൾട്ട് വാല്യൂസായി സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് 0 തൊട്ടാണ് തുടങ്ങുക. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 10 എന്നോ 20 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് ഡിഫാൾട്ടായിട്ട് വരുമ്പോൾ 0 തൊട്ടാണ് വരിക. പിന്നെ അതിങ്ങനെ ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആയിട്ട് ഇങ്ങനെ പോകും, +1 എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഈ ഡിഫാൾട്ട് വാല്യൂനെ ഞാൻ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇന്ന വാല്യൂ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് എന്യൂമറേഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. എനും ഹാസ് ഫിക്സ്ഡ് സെറ്റ് ഓഫ് കോൺസ്റ്റൻസ്. നമ്മൾ ഡേയ്സിൻ്റെയും സീസണിൻ്റെയും മന്തിൻ്റെയൊക്കെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അതിനകത്തുള്ള ആ കോൺസ്റ്റൻസ് എന്താണ്, ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ മാത്രമേ വരുള്ളൂ. മന്ത്സ് എടുക്കുമ്പോൾ അതിനകത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്നാ പറഞ്ഞാൽ അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഉള്ളത് എനും ഇംപ്രൂവ്സ് ടൈപ്പ് സേഫ്റ്റി. എനമിനകത്ത് എന്താണ്, ടൈപ്പ് സേഫ്റ്റി ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇൻറ്റീജറിൻ്റെയും സ്ട്രിങ്ങിൻ്റെയൊക്കെ കേസിൽ വരുമ്പോൾ പലപ്പോഴും ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റ ഇൻക്ലൂഡ് ആകാനുള്ള സാധ്യതകളൊക്കെ പലപ്പോഴും കാണാറുണ്ട്, അത്തരം എറേഴ്സൊക്കെ. എന്നാൽ എന്യൂമറേഷൻ്റെ കേസിൽ ഒരിക്കലും അത്തരം ഇഷ്യൂസ് വരുന്നില്ല. അത് ടൈപ്പ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് പറയാനുള്ളത് എനും ക്യാൻ ബി ട്രാവേഴ്സ്ഡ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ഓഫ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഡാറ്റയും നമുക്ക് ആക്സസ് ചെയ്യാനും വിസിറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ എനും ട്രാവേഴ്സ്ഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞത്, എന്യൂമറേഷനകത്ത് ഫിക്സ്ഡ് സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ അത് ടൈപ്പ് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാവേഴ്സ് ചെയ്യാൻ കഴിയും. അടുത്ത് നമുക്ക് എന്യൂമറേഷൻ്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു എന്യൂമറേഷൻ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ പ്രോഗ്രാം ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം നമ്മൾ സീസണായിട്ടാണ് എക്സാമ്പിൾ എടുക്കുന്നത്. അതായത് വിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്, സ്പ്രിങ്, സമ്മർ, ഫാൾ പറയുമ്പോൾ ഓട്ടം സീസൺ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കാം. യൂസിങ് സിസ്റ്റം വന്നു, പിന്നെ പബ്ലിക് ക്ലാസ് എനും എക്സാമ്പിൾ വന്നു, പിന്നെ പബ്ലിക് എനും സീസൺ. ഇങ്ങനെയാണ് നമ്മൾ എന്യൂമറേഷനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് സീസണ്, വിൻ്റർ, സ്പ്രിങ്, സമ്മർ, ഓട്ടം, അതായത് ഫാൾ, ഓട്ടം. പിന്നെ നമ്മൾ മെയിൻ മെത്തേഡിലേക്ക് പോവാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മെത്തേഡിലെത്തി. അതിനകത്ത് നമ്മൾ ഇൻഡി എക്സ്, ഇൻഡി സീസൺ, വിൻ്റർ. ഫസ്റ്റത്തെ സീസൺ ഏതാണ്, വിൻ്ററാണ്. അപ്പോൾ അത് നമ്മളവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇൻഡി വൈ, ഇൻഡി സീസൺ, സമ്മർ. ഓക്കെ, അടുത്ത സീസൺ എന്താണ്, സമ്മർ. അതാണ് നമ്മൾ പിന്നെ അടുത്തത് ഡിഫാൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എക്സ്, വൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വാല്യൂസാണ് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. കൺസോൾ റൈറ്റ് ലൈൻ വിൻ്റർ 0,x, കൺസോൾ റൈറ്റ് ലൈൻ സമ്മർ 0,y. അതായത് ഇതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആക്കിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിഫോൾട്ട് വാല്യൂ ആണ് എങ്കിൽ വിൻ്ററിനും സമ്മറിനൊക്കെ എങ്ങനെയാണ് സീസൺസ് ഇതിൻ്റെ നമ്പർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, വിൻ്റർ 0, സമ്മർ 2, അങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. അതായത് അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂസാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നമ്മൾ കൊടുത്ത ഓർഡർ പ്രകാരം വിൻ്റർ ഫസ്റ്റാണ്, പിന്നെ സ്പ്രിങ് ആണ്, പിന്നെ സമ്മറാണ്, പിന്നെ ഫോളാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വാല്യൂസ് വരിക, വിൻ്ററിന് 0 വരും, സ്പ്രിങ്ങിന് 1 വരും, സമ്മറിന് 2 വരും, ഫോൾ അതായത് ഓട്ടം സീസണ് 3 വരും. അങ്ങനെയാണ് ഓർഡറിൽ വരിക.
ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത് വിൻ്റർ സമ്മർ മാത്രമാണ്. അതുകൊണ്ട് വിൻ്ററിന് എന്ത് വന്നു? 0 വന്നു. സമ്മറിന് 2 വന്നു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, enum എക്സാമ്പിൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് സെറ്റ് ചെയ്തു. അതിനകത്ത് എനുമറേഷൻ ഡിക്ലെയർ ചെയ്യാണ്. പബ്ലിക് enum സീസൺ വിൻ്റർ ഈക്വൽ ടു 10. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് അല്ല, വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിൻ്ററിന് നമ്മൾ 10 കൊടുത്തു. സ്പ്രിങ്ങിനൊന്നും കൊടുത്തിട്ടില്ല, സമ്മറിനും കൊടുത്തിട്ടില്ല, ഓട്ടനും കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക? +1 ആണ് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി മെയിൻ മെത്തേഡിലേക്ക് പോകണം. അതായത് എങ്ങനെയാണ് ഡിഫോൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്യുന്നതെന്നാട്ടോ ഇവിടെ കാണിക്കുന്നത്. മെയിൻ മെത്തേഡിൽ എന്താണ്? x സീസൺ വിൻ്റർ y സീസൺ സമ്മർ കൊടുത്തു. പിന്നെ കൺസോൾ റൈറ്റ് ലൈൻ വിൻ്റർ 0,x, കൺസോൾ റൈറ്റ് ലൈൻ സമ്മർ 0,y. എങ്ങനെയാണ് അതിൽ കർലി ബ്രേസ് ക്ലോസ് ചെയ്യുക? എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്? വിൻ്റർ ഈക്വൽ ടു 10. കാരണം നമ്മൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത വാല്യൂ ആയതുകൊണ്ടാണ് അങ്ങനെ 10 വന്നത്. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിരുന്നില്ല, അപ്പോൾ ഡിഫോൾട്ടായിട്ട് 0 ആണ് വന്നത്. ഇപ്പോൾ എന്താ വന്നത്? വിൻ്റർ ഈക്വൽ ടു 10 വന്നു. സമ്മർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വിൻ്റർ 10 ആണ് എങ്കിൽ +1 എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ് അവിടെ ചെയ്യുക. അപ്പോൾ വിൻ്റർ 10 ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്പ്രിങ് 11 ആകും, സമ്മർ എന്താവും? 12 ആവും, ഓട്ടം 13 ആവും. അങ്ങനെയാണ് ഓർഡറിൽ വരിക. ഇനി അടുത്ത എക്സാമ്പിൾ പറയുന്നത് ഡേയ്സ് ആണ്. ഡേയ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡേയ്സ് എങ്ങനെയാണ്? കോൺസ്റ്റൻസ് വാല്യൂസ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ് enum എക്സാമ്പിൾ. പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് പബ്ലിക് enum ഡേയ്സ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ വാല്യൂസും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഡിഫോൾട്ട് വാല്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മെത്തേഡ് തുടങ്ങുകയാണ്. x ഡേയ്സ് സണ്ണ്, y ഡേയ്സ് മൺഡേ, z ഡേയ്സ് സാറ്റ്. പിന്നെ അതൊക്കെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. കൺസോൾ റൈറ്റ് ലൈൻ സൺഡേ 0x, കൺസോൾ റൈറ്റ് ലൈൻ മൺഡേ 0y, കൺസോൾ റൈറ്റ് ലൈൻ സാറ്റർഡേ 0z. അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ട് വരിക? സൺഡേ 0, മൺഡേ 1, സാറ്റർഡേ 6. അങ്ങനെയാണ് വരിക. ഓർഡർ മനസ്സിലായി. അതായത് നമ്മൾ വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് സൺഡേ ഓട്ടോമാറ്റിക്കലായിട്ട് ഡിഫോൾട്ട് വാല്യൂ സെറ്റായി വരും. അതായത് 0 എന്നുള്ളത്. പിന്നുള്ളതൊക്കെ +1 എന്നുള്ള രീതിയിലാണ് വരിക. അങ്ങനെ മൺഡേ 1 ആയി മാറും. പിന്നെ ലാസ്റ്റ് വരുന്ന സാറ്റർഡേ 6 ആയിട്ട് മാറും. കാരണം എന്താണ്? ഡേയ്സ് 7 ഡേയ്സ് ആണ് ഉണ്ടായിരിക്കുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടായതുകൊണ്ട് സാറ്റർഡേ 6 ആയിട്ടാണ് എനേബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എനൂമറേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ്. അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് enum എന്നാണ് പറയുക. നമ്മളുടെ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് enum യൂസ് ചെയ്യുന്നത് നെയിംഡ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസിൻ്റെ സെറ്റിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സീസൺ, ഡേയ്സ്, മന്ത്, സൈസ് പോലെയുള്ള സെറ്റിനെയാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിനെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻസിന് എന്യൂമറേറ്റേഴ്സ് എന്നാണ് പറയുക. പിന്നെ ക്ലാസ്സിൻ്റെ ഇൻസൈഡായിട്ടും ഔട്ട്സൈഡായിട്ടൊക്കെ നമുക്ക് ഈ എന്യൂമറേഷനെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഡിഫോൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 0 തൊട്ടാണ്. പിന്നെ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. പിന്നെ വേണമെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കണ്ടല്ലോ വിൻ്ററിൻ്റെ കേസിലൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അതിന് പറ്റും. അപ്പോൾ ഇത്രയാണ് എന്യൂമറേഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.